റസൂൽ പറഞ്ഞതെന്താണോ, ഇമാമിങ്ങൾ പറഞ്ഞതെന്താണോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണോ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതെന്താണോ, ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞതെന്താണോ അത് പറയലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കർത്തവ്യം. അത് നിർവഹിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിയുക. ഇതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, അള്ളാന്റെ റസൂലിന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, മലക്കുകളെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. ഇത് എന്റെ വകയിലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസല്ലേ, മൻ ഹദസ വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വമാന്മാരായ ജനങ്ങളെയും ലഅനത്തുണ്ട്. അവന്റെ ഒരു ഫർളും സുന്നത്തും ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഓ സുഹൃത്തുക്കളെ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്, സാധുക്കളായ ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വകയിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയലില്ല. അങ്ങനെ പറയാൻ പാടും. പുതിയത് പറഞ്ഞാൽ പ്രത്യാവാദിയാവും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതെല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം പറയാണ്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ചില ധാരണകളുണ്ട്. അവരെടുത്ത് പണം ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും. അവിടൊന്നും സുന്നത്തി ജമാഅത്തിനെ വിളിക്കാൻ കഴിയില്ല.